ഇന്ന് അച്ഛൻ്റെ കുടുംബക്ഷേത്രമായിട്ടുള്ള തിക്കനൂർ ദേവീക്ഷേത്രത്തിലേക്കുള്ള ഒരു രാത്രിയാണ് അങ്ങോട്ട് പോകാനുള്ള തീരുമാനം നമ്മൾ എടുത്തത്. പക്ഷേ പോയില്ലെന്ന് വളരെയധികം മിസ് ചെയ്യുന്നു. അത്രയും നല്ല ലൈറ്റും ബഹളമൊക്കെ ആയിരുന്നു. അച്ഛന് വയ്യാത്തത് കൊണ്ട് തന്നെ ഇത്രയും രാത്രി കുറച്ച് ലേറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഉറക്കം കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ പോകാൻ തീരുമാനിച്ചത്. ഇന്ന് പോകുന്നതിന് വേറൊരു കാര്യം കൂടെ, ഉത്സവം നടക്കുകയാണ്. ഉത്സവം ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 ദിവസത്തെ ഉത്സവമാണ്. 29-ാം തീയതി ഉത്സവം കഴിയും. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് പോകുന്നതിനൊരു പ്രധാന കാര്യമെന്ന് വെച്ചാൽ, ഇന്ന് ഗണപതിക്ക് വിഘ്നേശ്വരന് അപ്പം മൂടൽ എന്ന് പറയുന്ന ഒരു പൂജ ഉണ്ടായിരുന്നു. അതായത് ഉണ്ണിയപ്പം മൂടുന്നത്. അപ്പം നേരത്തെ കൂട്ടി അവിടുത്തെ കുടുംബക്കാരെ എല്ലാവരെയും അറിയിച്ചിട്ട് അവർക്ക് വേണ്ടെന്നുള്ളവർക്ക് നേരത്തെ കൂട്ടി അറിയിച്ച് ബുക്ക് ചെയ്ത് ക്യാഷ് അടക്കും. അതായത് 1-2 അല്ല, 10,000 ഉണ്ണിയപ്പം കൊണ്ടാണ് ഗണപതിയെ മൂടുന്നത്. അതൊരു ഭയങ്കര കാഴ്ചയാണ്, കാണേണ്ട ഒരു കാഴ്ചയാണ് അത്. നമ്മൾ ഇതുവരെയും ഇങ്ങനത്തെ ഒരു പരിപാടി, ഇതിൽ പല അമ്പലങ്ങളും കാണും, പക്ഷെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മളിവിടെ പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും തിരുമേനി, നമ്മൾ വന്ന സമയം കറക്റ്റായിരുന്നു. കാരണം തിരുമേനി എന്താണെന്ന് വെച്ചാൽ കുറേ ഉണ്ണിയപ്പം ഇതേപോലെ പാത്രങ്ങളിലാക്കി നമുക്ക് അർച്ചന കൊടുക്കേണ്ട ആൾക്കാർക്ക് ഇതേപോലെ കൊടുക്കും. നമ്മൾ ഒരു തവണ ഒന്ന് വലം വെച്ച് ഗണപതിക്ക് അവിടെ അങ്ങ് നേർച്ചയായിട്ട് ഇടുകയും ചെയ്യുന്നത്. അപ്പം ഇതിനു വേണ്ടി എടുത്ത എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ നമുക്കും അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് നമ്മളിവിടെ ഈ പാത്രത്തിലേക്ക് ദൈവത്തിന് വിഘ്നേശ്വരന് നന്നായി പ്രാർത്ഥിച്ചിടുക എന്നുള്ളതായിരുന്നു. നമ്മുടെ കാര്യങ്ങളും നമുക്കുള്ള വിഷമങ്ങളെല്ലാം അതിൽ പറയാമായിരുന്നു. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇതിന് ശേഷം നമ്മുടെ പോറ്റി തന്നെയാണ്, തിരുമേനി തന്നെയാണ് അകത്ത് കൊണ്ടുപോയി ഗണപതിക്ക് ഇത് മൂടുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ കൂടിയും എല്ലാ ആൾക്കാർക്കും ഇതേ കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിയാത്തത് കൊണ്ട് എഗെയിൻ ഒന്നും കൂടെ അവിടെ ഉള്ള ആൾക്കാരെയും കൂടെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം, അതുകൊണ്ട് മാത്രം എനിക്ക് ആദ്യമേ കൊണ്ടും കൂടെ ഒന്നും കൂടെ ഗണപതിക്ക് ഇത് നേർച്ചയായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അത് തന്നെ ഒരു വലിയ കാര്യം. ആദ്യനെ കൊണ്ട് തന്നെ ചെയ്തായിരുന്നു. അവർ പറഞ്ഞായിരുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാം. ഫുള്ള് ഉണ്ണിയപ്പം കൊണ്ട് ഗണപതിനെ ഫുള്ള് മൂടിയിട്ടുണ്ട്. എല്ലാ 3 പോറ്റിമാരുണ്ട്. 3 പോറ്റിമാരും കൂടെയാണ് സഹായികളായിട്ട് നിൽക്കുന്നത്. ഫുള്ള് ഇവിടുന്ന് ഏതാണ്ട് 10,000 ഉണ്ണിയപ്പം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് അകത്തോട്ട് കൊടുക്കണം. ഫുള്ള് ഓരോ പിടിയായിട്ട് വാരിയാണ് ഗണപതിക്ക് ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കുന്നത്. ഒരു ഡ്രോ കണക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നിറയ്ക്കുന്നത്. കംപ്ലീറ്റ് നിറച്ച് ഹാരം ഇട്ടിപ്പം നല്ല ഭംഗിയായി കേട്ടോ ഗണപതി കാണാൻ. ഫുള്ള് അങ്ങനെ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇത് എല്ലാവർക്കും നേദ്യം കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് എല്ലാവർക്കും പുറത്ത് നിൽക്കാൻ പറഞ്ഞു. ആ ടൈമിൽ അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പോയി കുറച്ച് പാനിപ്പൂരിയൊന്നും കഴിച്ചില്ല, കുറച്ച് ഗോബി മഞ്ചൂരിയൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയപ്പോൾ പ്രസാദം കൊടുത്തു തുടങ്ങി. അതിന് റെസിപ്റ്റൊക്കെ മേടിച്ച് നമുക്ക് പ്രസാദമൊക്കെ മേടിച്ച് നേരെ ഇനി വീട്ടിൽ പോകാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.